നമസ്കാരം. 2021 നടത്തേണ്ടിയിരുന്ന സെൻസസ് 2025 തുടങ്ങിയിട്ടും നടത്തുന്നതിൽ കാലതാമസം നേരിടുന്നതിനാൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഏകദേശം 14 കോടി ആളുകൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് കോൺഗ്രസ് എംപിയും പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണുമായ സോണിയാഗാന്ധി പറഞ്ഞു. കേന്ദ്ര സർക്കാർ എത്രയും വേഗം ഈ പ്രക്രിയ ആരംഭിക്കണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു. UPA സർക്കാർ അവതരിപ്പിച്ച ഭക്ഷ്യസുരക്ഷാ നിയമം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യ പോഷക സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നാഴികക്കല്ലാണെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. COVID-19 പാൻഡമിക് സമയത്ത് ദശലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിച്ചുവെന്നും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയുടെ അടിസ്ഥാനം തന്നെ ഈ നിയമമാണെന്നും അവർ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഗ്രാമീണ ജനസംഖ്യയുടെ 75% പേർക്കും നഗര ജനസംഖ്യയുടെ 50% പേർക്കും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. എന്നിരുന്നാലും ഗുണഭോക്താക്കൾക്കുള്ള ക്വാട്ട ഇപ്പോഴും നിർണയിക്കുന്നത് 2011 സെൻസസ് അടിസ്ഥാനമാക്കിയാണ്. അതിന് ഇപ്പോൾ ഒരു പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സെൻസസ് 4 വർഷത്തിലേറെയായി വൈകി. 2021 ആരംഭിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നുവെങ്കിലും അത് എപ്പോൾ നടത്തുമെന്ന് ഇപ്പോഴും വ്യക്തതയില്ല എന്നും അവർ പറഞ്ഞു. ബജറ്റ് വിഹിതം വെളിപ്പെടുത്തുന്നത് പുതുക്കിയ സെൻസസ് ഈ വർഷവും നടത്താൻ സാധ്യതയില്ല എന്നാണ്. തൽഫലമായി ഏകദേശം 14 കോടി യോഗ്യരായ ഇന്ത്യക്കാർക്ക് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. സെൻസസ് എത്രയും വേഗം പൂർത്തിയാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ്. ഭക്ഷ്യസുരക്ഷ ഒരു പദവിയല്ല, മറിച്ച് ഒരു മൗലികാവകാശമാണ്. 2021 സെൻസസ് പ്രസിദ്ധീകരിക്കുകയും അതനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പ്രാബല്യം പരിഷ്കരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഏകദേശം 10 കോടി ആളുകൾ ഭക്ഷ്യസുരക്ഷാ ശൃംഖലയിൽ ചേർക്കപ്പെടുമായിരുന്നു. ഫെബ്രുവരി 1 അവതരിപ്പിച്ച 2025 കേന്ദ്ര ബജറ്റിൽ സെൻസസിനായി 574.80 കോടി രൂപ മാത്രമാണ് വകയിരുത്തിയത്. തുക തുലോം തുച്ഛമാണെന്നിരിക്കെ ഈ വർഷവും അത് പൂർത്തിയാകാനുള്ള സാധ്യത കുറവാണ്. 2019 ഡിസംബറിൽ കേന്ദ്ര മന്ത്രിസഭ 8754.23 കോടി രൂപ ചെലവിൽ 2021 സെൻസസ് നടത്താനും 3941.35 കോടി രൂപയ്ക്ക് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അഥവാ NPR അപ്ഡേറ്റ് ചെയ്യാനുമുള്ള നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സെൻസസ് നടത്തുന്നതിനുള്ള കാലതാമസം കാരണം 16 നിർണായക ഡാറ്റാ സൈറ്റുകൾ വൈകുന്നു. കൂടാതെ 9 മന്ത്രാലയങ്ങൾ ഇതുവരെ വാർഷിക റിപ്പോർട്ടുകൾ പുറത്തിറക്കാത്തത് നയരൂപീകരണത്തെ ബാധിക്കുകയും സുതാര്യതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു.